ഹലോ ഗൈസ്, അപ്പോൾ അതാ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ ആനിവേഴ്സറി വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മോർണിംഗ് ഒരു 6 o'clock ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ കത്തിയൊക്കെ അടിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു 2000 ബഡ്സിന് എണ്ണയൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മളങ്ങനെ അതാ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടായിരുന്നു ഇറങ്ങിയത്. സോ അപ്പോൾ നമ്മൾ അന്നപൂർണ ഹോട്ടലിൽ പോയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ്, അസ്ലമാണെങ്കിൽ നല്ല അപ്പം, പിന്നെ അതുകൊണ്ട് ഇത് ഞാനൊരു വെറൈറ്റി അപ്പത്തിൻ്റെ കൂടെ മറ്റുള്ള മുളക് ഉടച്ചതൊക്കെ നല്ലൊരു ഫുഡായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ കോതമംഗലം വഴിയാണ് പോയത്. ഞാൻ അവളെ കണ്ടിട്ട് കുറേ നാളായി. അങ്ങനെ ഞാൻ അവളെയൊക്കെ കണ്ടു. ദെൻ നമ്മൾ ലഞ്ചിൻ്റെ ടൈമായി. അങ്ങനെ നമ്മൾ ഹോട്ടൽ സഫയറിൽ കയറിയിട്ട് നല്ല സൂപ്പർ ബിരിയാണി കഴിച്ച്. ഞാൻ അങ്ങനെ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ കേട്ടോ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ നല്ല സൂപ്പർ ഒരു ബിരിയാണി ആയിരുന്നു. എനിക്ക് ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രൈ ചെയ്ത ചിക്കൻ. സോ അപ്പോൾ നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പറക്കാട് നേച്ചർ റിസോർട്ടിൽ വെച്ചിട്ടാണ്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. നല്ലൊരു അതാ നമ്മൾ കണ്ടോ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർ നമ്മളിങ്ങനെ മാലയൊക്കെ ഇട്ട് വെൽക്കം ചെയ്തു. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ അവരുടെ തന്നെ ഒരു ട്രക്കിംഗ് ഉണ്ട്. അതിലാണ് നമ്മൾ ഇത് കുറേ ഉണ്ടല്ലോ ഈ പ്രോപ്പർട്ടി. നമ്മളങ്ങനെ ഈ പ്രോപ്പർട്ടിയൊക്കെ ഫുള്ള് പോയി കണ്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഒരു കാട്ടിനകത്ത് എന്തൊക്കെയൊക്കെ കുറേ ആർട്ടും നല്ല ഭംഗിയുണ്ട്. ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് പോലൊക്കെ ചെയ്തായിരുന്നു. ഇത് അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫാണ്. ആ പയ്യനാണ് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നത്. സ്റ്റാഫ് സർവീസൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തു വന്നിട്ട് നമുക്ക് പിന്നെ അവിടെ തന്നെ കുറേ കാണാനുണ്ടായിരുന്നു. ഇത് അവിടുത്തെ തന്നെ ഒരു ട്രീ ഹൗസ് ആണ്. എനിക്ക് ആക്ച്വലി ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇതിനകത്ത് എനിക്ക് ഭയങ്കര സഫോക്കേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അസ്ലം അപ്പം അങ്ങനെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് എനിക്ക് നല്ല പേടിയായിരുന്നു. അങ്ങനെ നമ്മളൊരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളങ്ങനെ ആനിവേഴ്സറി പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് നമ്മളിതാ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. കുറേ അധികം മെനു ഉണ്ട്. ഞാനിങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ആക്ച്വലി നിങ്ങൾ കാണുന്നത് തന്നെ ആയിരിക്കും നല്ലത്. നമുക്ക് ആക്ച്വലി എനിക്ക് ഈ പാക്കേജിൽ ഭയങ്കര വേർത്തായിട്ട് തോന്നിയത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാരണം കുറേ അധികം ഫുഡ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദെൻ അത് മാത്രമല്ല നല്ല ടേസ്റ്റി ഫുഡാണ്. അതായത് ഇപ്പം നമ്മുടെ നാടൻ പഴഞ്ചോറ് ആ ഐറ്റം തന്നെ ഉണ്ട്. പിന്നെ കുറേ നട്ട്സ്, അതുകൊണ്ട് തന്നെ കുറേ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത്. അത് മാത്രമല്ല നല്ല ടേസ്റ്റി ഫുഡാണ് ഓൾസോ. അപ്പം നമുക്ക് ഒന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. അല്ലാണ്ട് കുറേ ഇങ്ങനെ ഫുഡ് വെച്ചിട്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പം ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ ഒരു വീഡിയോ പോലെ ഞാനിങ്ങനെ ചെയ്തതാണ്. ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. സോ അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങ് ചെയ്തത്. അപ്പം